ഗാന്ധിജിയുടെ ജീവിതത്തിലെ അവസാന കാലഘട്ടത്തെ അനുസ്മരിച്ചുകൊണ്ടുള്ള യു ഐ കുഡ് നോട്ട് സേവ് വാക്ക് വിത്ത് മീ എന്ന പ്രദർശനം ശ്രദ്ധേയമാകുന്നു. കൊച്ചി ലളിതകലാ അക്കാദമി ആർട്ട് ഗ്യാലറിയിൽ ഇന്നലെയാണ് പ്രദർശനത്തിന് തുടക്കമായത്. ഗാന്ധിജിയുടെ ജീവിതത്തിലെ അവസാന കാലഘട്ടത്തെ അനുസ്മരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ യാത്രകളെ കാഴ്ചക്കാർക്ക് മുൻപിൽ അവതരിപ്പിക്കുകയാണ് പ്രദർശനത്തിന്റെ ലക്ഷ്യം. My name is Alessandra and I'm from Italy, and I'm very fascinated about him, about his idea about non-violence, which is a teaching that we should remember and practice today more than ever. So I just wanted to go deeper and learn more about him, about what he has done. ഗാന്ധിജി പിന്നിട്ട വഴികളിലൂടെ മലയാളികളായ 4 സംഘം യാത്ര ചെയ്ത് ശേഖരിച്ച അനുഭവങ്ങളുടെയും ഗവേഷണങ്ങളുടെയും ഫലമാണ് ഈ പ്രദർശനം. ഒരു 6-7 മാസമായിട്ട് ഒരു ഏപ്രിൽ കാലം മുതൽ തൊട്ട്, മെയ്യിലാണ് ഞങ്ങൾ ആദ്യമായി യാത്ര പോയത്. ഏപ്രിൽ മുതൽ തൊട്ട് ഇതിന്റെ പിന്നിലുള്ള റിസർച്ച്, പിന്നെ ഇതിനു വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ, യാത്ര, ഇതെല്ലാം കൂടെ ഞങ്ങളൊരു 4 പേരടങ്ങുന്ന ടീം ഓരോരുത്തരും ഒരു ദിവസം ശരാശരി 3-4 മണിക്കൂർ എന്ന നിലവിൽ കണക്കാക്കി കഴിഞ്ഞാൽ അത്രയധികം എഫേർട്ട് ഇതിന്റെ പിന്നിൽ ഉണ്ടായിട്ടുണ്ട്. അതാണ് ഞങ്ങൾ ഇതിനു വേണ്ടി ചെലവഴിച്ച ഒരു സമയം. ഇത്തരം പ്രദേശങ്ങളിലൂടെ ഇന്ത്യയിലുണ്ടായ ആ സമയത്തുണ്ടായ വർഗീയ കലാപങ്ങൾ ശമിപ്പിക്കാൻ ഗാന്ധി നടത്തിയ യാത്രയെ സ്മരിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ പ്രദർശനം നടത്തുന്നത്. ഗാന്ധി എന്ന വ്യക്തി സാധാരണക്കാരിൽ ഇറങ്ങിച്ചെല്ലും ഫാസിസത്തിനെതിരായിട്ട് ഏറ്റവും ശക്തമായിട്ടുള്ള ഭാഷയിൽ എതിർക്കുകയും ചെയ്തതിൻ്റെ ഒരു പ്രതിഫലനങ്ങൾ എന്നുള്ള രീതിയിലും ഇതിനെ ബേസ് ചെയ്തിട്ട് നടത്തിയ റിസർച്ചിൻ്റെയും കണ്ടെത്തലുകളുടെയും യാത്രകളുടെയും തിരിച്ചറിവുകളുടെ ഒരു ഷോ ആയിരിക്കണം എന്നുള്ളത് കൊണ്ടാണ് ഇന്നത്തെ ദിവസം ഈ ഒരു സമയത്ത് എല്ലാവരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു ഷോ ചെയ്യുന്നത്. ഇക്കഴിഞ്ഞ ഏപ്രിൽ മാസമാണ് സംഘം യാത്ര തിരിച്ചത്. ഗാന്ധിജി സഞ്ചരിച്ച പാതകൾ 7 മാസം കൊണ്ട് പിന്നിടുകയും ഗാന്ധിജിയെ നേരിൽ കണ്ടവരുമായി അഭിമുഖങ്ങൾ നടത്തുകയും ചെയ്തു. ഇങ്ങനെ ശേഖരിച്ച വിവരങ്ങളിലൂടെയാണ് ഗാന്ധിജിയുടെ അവസാന നാളുകളെ വ്യക്തമായി ചിത്രീകരിക്കാനായത്. ഗാന്ധിജി വെടിയേറ്റ് മരിക്കുമ്പോൾ അദ്ദേഹം ധരിച്ചിരുന്ന രക്തക്കറ പുരണ്ട വസ്ത്രത്തിന്റെ ചിത്രവും പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര നായകന്മാരുടെ ചിത്രങ്ങൾ, ഗാന്ധിജിയുടെ ജീവിതത്തിലെ വിവിധ നിമിഷങ്ങൾ പകർത്തിയെടുത്ത ചിത്രങ്ങൾ, വിവരണങ്ങൾ എന്നിവ പ്രദർശനത്തിലുണ്ട്. ഗാന്ധിജി വെടിയേറ്റ് മരിച്ച സമയമായ 5:17 PM എന്നെഴുതിയ കപ്പ് ക്യാൻഡിലുകൾ കത്തിച്ചാണ് പ്രദർശനം ഉദ്ഘാടനം ചെയ്തത്. പ്രദർശനം ഫെബ്രുവരി 18-ന് സമാപിക്കും. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.